എത്തിക്കൊണ്ടിരിക്കുന്നു. ജോണി നെല്ലൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അഭിലാഷ്, സഭകളുടെ ഇടപെടൽ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് അത് വസ്തുത തന്നെയാണ്. പല നേരത്തെ ലയനം ഉണ്ടായ സമയത്തും പിളർപ്പുണ്ടായ സമയത്തുമൊക്കെ പിളർപ്പ് ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ സഭകൾ നടത്തിയാണ്. ഇക്കാര്യം പല നേതാക്കളും നേരത്തെ മാണിപ്പുത്തിയുടെയൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ അടക്കം വ്യക്തമാക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ സഭകളുടെ ഇടപെടൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ ഇടപെടൽ ഫലം കാണാതെ പോയത് ചില നേതാക്കളുടെ നിലപാട്, പ്രത്യേകിച്ച് റോഷി അഗസ്റ്റിൻ, പ്രമോദ് നാരായണൻ, ഒപ്പം തന്നെ ഇപ്പോൾ ഒരു രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നിലപാട് എടുത്ത ഡോക്ടർ എൻ ജയരാജൻ്റെ നിലപാട്. ഇവരുടെയൊക്കെ നിലപാട് വരുന്നതോടെ ഇതിനെ UDF പ്രവേശനത്തെ അനുകൂലിക്കുന്ന MLA മാരുടെ എണ്ണം കുറവാണ് എന്നുള്ളതാണ് അതിലേറ്റവും എടുത്ത് പറയാൻ സാധിക്കുന്നത്. അതാണൊരു പ്രതിസന്ധിയായി നിൽക്കുകയും ചെയ്യുന്നത്. ജോണി നെല്ലൂർ നമുക്കൊപ്പം ഉണ്ട്. ജോണി ചേട്ടാ, ഇന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അവലോകനം മാത്രമാണ്, ഈ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ അത് ഉയർന്നു വരില്ലേ? സ്വാഭാവികമായിട്ട് അഭിപ്രായങ്ങൾ വരില്ലേ? ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഞങ്ങളുടെ പ്രധാനപ്പെട്ട യോഗത്തിൻ്റെ അജണ്ട തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ അവലോകനമാണ്. സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ, ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അഭ്യൂഹങ്ങൾ ഒക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരും. അത് പലരും അവരവരുടെ അഭിപ്രായം പറയാൻ സാധ്യതയുണ്ട്. അത് എങ്ങനെയാണെന്ന് അറിയില്ല, ചെയർമാനാണല്ലോ തീരുമാനിക്കേണ്ടത്. ഏതായാലും പാർട്ടിയെ സംബന്ധിച്ച ഓരോ അഭ്യൂഹങ്ങൾക്കും വകയില്ലാതെ UDF പോകണമെന്ന അഭിപ്രായങ്ങൾ ഒരുപാടുണ്ടെന്ന് അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞങ്ങൾ LDF-നോടൊപ്പമാണ്, യാതൊരു കാരണവശാലും ഞങ്ങൾ അങ്ങനെ ഒരു മാറ്റി ചിന്തിക്കേണ്ട സാഹചര്യമില്ലെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ അത് തന്നെയാണല്ലോ ചെയർമാൻ്റെ നിലപാടും പാർട്ടിയുടെ നിലപാടും. ഈ സഭകളുടെ സമ്മർദ്ദം ഉണ്ടായി എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ ഉയർന്നു വരുന്നതിൽ എന്താണ്? ചുമ്മാ പറയുന്നതിൽ ഏത് സഭ, എവിടെ? സഭയുടെ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് ഞാനും. ഒരു സഭ ഒരിടത്തും ഒരു സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ല. ചുമ്മാ സഭയുടെ പേരുപയോഗിച്ച് ഈ രാഷ്ട്രീയ പാർട്ടിയെ കളങ്കപ്പെടുത്താൻ വേണ്ടി കുറേ ആളുകൾ ബോധപൂർവ്വം ശ്രമിക്കുന്നതാണ്, അതൊന്നുമല്ല. LDF-ൽ ഉറച്ചു പോകുമെന്ന് ചെയർമാൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു തീരുമാനം തന്നെ ആയിരിക്കും സ്വാഭാവികമായിട്ടും തുടരാൻ. സ്വാഭാവികമായിട്ട് അത് തന്നെ. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോൾ ഈ മുന്നണി മാറേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. അത് മാത്രമല്ല, ഒരു ക്രെഡിബിലിറ്റിയാണ് ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലുത്. അതല്ലേ വേണ്ടത്? ഓരോ അധികാരത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുക എന്നുള്ളതല്ലോ. ഒരു നിലപാട് വേണ്ട ഒരു പാർട്ടിക്ക്. ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. ആ പരാജയത്തിൻ്റെ പേരിൽ പാർട്ടി മാറാൻ പറ്റും, മുന്നണി മാറാൻ പറ്റും. ആർക്കെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും അത് അവരുടെ ഒരു ആഗ്രഹം മാത്രമാണ് എന്നുള്ളത്. ഇതിപ്പോൾ ഈ പാർട്ടിയെ തകർക്കാൻ വേണ്ടി കഴിഞ്ഞ കുറേ കാലമായി ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പാർട്ടിയെയും പാർട്ടി നേതാക്കന്മാരെ അപമാനിക്കാൻ വേണ്ടി ബോധപൂർവം ചില ആളുകൾ പുറത്ത് പറഞ്ഞു വരുത്തുന്ന. ആരാണ് അതിന്റെ പിന്നിൽ? അതൊക്കെ പിന്നീട് വരട്ടെ. നമുക്ക് എതിർ രാഷ്ട്രീയക്കാരാണ് കാണാം. എതിർ രാഷ്ട്രീയക്കാരാകാൻ സാധ്യത കൂടുതലും, അല്ലാതെ കൂട്ടത്തിലുള്ള ആരും അങ്ങനെ ചെയ്യില്ലല്ലോ. UDF-ന്റെ ഒരു കൈയുണ്ടെന്ന് കേരള കോൺഗ്രസ് പാർട്ടിയെ എല്ലാ കാലത്തും നശിപ്പിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഇതെല്ലാം ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്നവരാരാണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിനറിയാം. കോൺഗ്രസ് ആണോ എന്ന് ഞാൻ പറയില്ല, അതൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ചുള്ള. പഴയ UDF സെക്രട്ടറി അല്ലേ, അതുകൊണ്ട് ചോദിച്ചാണ്. UDF സെക്രട്ടറി ആയിരുന്നു, എനിക്കറിയാമല്ലോ. ഈ ഉള്ളുകളികളെല്ലാം അറിയാവുന്നതുകൊണ്ട് ചോദിച്ചാണ്. കോൺഗ്രസ് ആണോ അതിന് പിന്നിൽ എന്ന് ഞാൻ പറയില്ല, അതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. എന്തായാലും അതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അദ്ദേഹം തുറന്നു പറയുകയാണ്, LDF വിടുക എന്നൊരു നിലപാടുണ്ടാവില്ല. ആളുകൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും അങ്ങനെ പെട്ടെന്ന് മാറാൻ കഴിയില്ല എന്നാണ്. എന്തായാലും ജോണി നെല്ലൂരിന്റെ നിലപാട് അത് തന്നെയാണ്. അതായത് എന്തെങ്കിലും മുന്നണി മാറുക എന്നൊരു അജണ്ടയിലേക്ക് ഈ പാർട്ടി പോകില്ല. അതേസമയം തന്നെ അഭിപ്രായമുള്ളവരുണ്ട് എന്ന കാര്യം അദ്ദേഹം തള്ളിക്കളയുന്നില്ല. പക്ഷെ സഭാ സമ്മർദ്ദം ഉണ്ട് എന്ന ഒരു നിലപാട് അദ്ദേഹം തള്ളിക്കളയുകയാണ്. ഒരു സഭയും അങ്ങനെ ഇടപെടുന്നില്ല എന്നാണ് ജോണി നെല്ലൂർ നിലപാട് വ്യക്തമാക്കുന്നത്. നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ സഭാ സമ്മർദ്ദം നിഷേധിച്ച് പ്രമോദ് നാരായണൻ MLA-യും രംഗത്ത് വന്ന സാഹചര്യമുണ്ടായിരുന്നു. മുന്നണി വിടാൻ സഭാ സമ്മർദ്ദം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്നതായിരുന്നു പ്രമോദ് നാരായണൻ MLA-യുടെ പ്രതികരണം. അത്തരം പരാമർശം താൻ നടത്തിയിട്ടില്ല. സഭകളെ കൂടി വലിച്ചിഴച്ച് നടത്തുന്ന പ്രചരണങ്ങൾക്ക് പിന്നിൽ ദുഷ്ടലാക്ക് ആണ് ഉള്ളത്. ശബരിമലയിൽ ആയതുകൊണ്ടാണ് പ്രതികരിക്കാൻ വൈകിയത് എന്നതും വൈകിയതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും പ്രമോദ് നാരായണൻ FB-യിൽ പറഞ്ഞു. ജോണി നെല്ലൂരും സമാനമായ തരത്തിലുള്ള ഒരു പ്രതികരണം, അതായത് ഈ പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്, അത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നാണോ എന്ന് ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്ത് കൃത്യമായി ചോദിക്കുന്നുണ്ട്. എങ്കിലും അതിന് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്ന സാഹചര്യവുമാണുള്ളത്. ഈ വിഷയത്തിൽ മറ്റു പ്രതികരണങ്ങൾ കൂടിയുണ്ട്, പ്രത്യേകിച്ച് മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രതികരണങ്ങൾ കൂടിയുണ്ട്. അതിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.